ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സനോജ് നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വി കെ സനോജ്, നിങ്ങൾക്ക് യുവജന സംഘടനാ നേതാക്കളാണ്. ഇതിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കൂടുതൽ ഇരകൾ, കൂടുതൽ പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ട്രോമ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് വിവരശേഖരണത്തിന്റെ ഭാഗമായി സമാഹരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ക്രൈംബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങൾ സംബന്ധിച്ച് നിങ്ങളിപ്പം മാധ്യമങ്ങളിൽ കൂടിയിട്ടാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങൾക്ക് പുറമെ തന്നെ ഈ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികൾ തന്നെ നേരിട്ട് അവരുടെ മുഖം കാണിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചതിന്റെയും കണ്ടതിന്റെയും എല്ലാം അനുഭവം വളരെ വൈകാരികമായി ഫേസ്ബുക്കിലും മാധ്യമങ്ങൾ വഴിയെല്ലാം പുറത്തുവിട്ടിരുന്നല്ലോ. അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് ഇനി ഒരാൾക്കും ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ കോൺഗ്രസിലെ ഒരു പറ്റം നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകൾക്ക്, UDFന്റെ അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കന്മാർക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പൂർണ്ണമായി വരുന്ന മുറക്കെങ്കിലും അവരുടെ സംശയം മാറുമോ എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം ഉറങ്ങുന്നവരെല്ലാം ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച് ഇത്തരം ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി വാദമുഖങ്ങൾ നടത്തുന്ന ആളുകളോട് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ പോലീസ് സംവിധാനം വളരെ ശക്തമായി ഈ കാര്യത്തിനകത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. പോലീസും സംവിധാനവും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ കുറ്റക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പുറപ്പെട്ടിട്ടുള്ള ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ടുള്ള വിവരങ്ങൾ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നു എന്ന് നിങ്ങൾ പറയുന്ന വിവരങ്ങൾ. ശരി, ശ്രീ വി കെ സനോജ്, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും സ്വമേധയായുള്ള കേസെടുപ്പും അന്വേഷണവും എല്ലാം രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അല്ല, രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോഴും കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളല്ലല്ലോ ജനങ്ങൾ വിശ്വസിക്കുക. ഒരു പെൺകുട്ടിയെ ഒരു മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം പോയി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇര ഇല്ല എന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയുമോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വെച്ചിട്ടാണല്ലോ ഫേസ്ബുക്കിൽ എഴുതിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അപവാദം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഷാഫിയോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോ ആ പെൺകുട്ടിക്കെതിരായിട്ട് ഒരു മഹാരാഷ്ട്ര കേസ് കൊടുക്കാതിരുന്നത്? ഒരു വരി പ്രസ്താവന പോലും കൊടുത്തിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ യുവ MLA-ക്കെതിരായിട്ട് ശബ്ദ സന്ദേശം കിട്ടിച്ചമച്ചതാണെങ്കിൽ, ഈ സംവിധാനം വഴി ഈ ചാറ്റുകളൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും അധികകാലം ജനങ്ങൾക്കിടയിൽ ഈ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അന്തസ്സും അഭിമാനവും രാഷ്ട്രീയ മര്യാദയും ഉണ്ടെങ്കിൽ ഇവനെ പോലുള്ള ഒരാളെ ചുമക്കുന്നതിന് പകരം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത് എനിക്കെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തക ഈ കാര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, അവർ അനുഭവിക്കുന്ന ട്രോമയെക്കുറിച്ച്, അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ മുന്നിൽ വെച്ചവർക്കോ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നവർക്കോ എതിരായി ഒന്നും നിയമ നടപടിക്ക് ഒരുങ്ങുന്നില്ല. പക്ഷെ ആ ആരോപണം വരുമ്പോൾ അതിലൊരു പ്രതികരണം ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അതിന് വരുമ്പോഴാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിലായില്ല. ആര് പ്രതികരിക്കാത്തത്? ഈ ഇരകളാക്കപ്പെട്ട പ്രതികരിക്കാത്തത്? അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. അദ്ദേഹം ആദ്യം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എനിക്കെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ്, മറ്റാരും പരാതിയുമായി രംഗത്ത് ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു തന്നെ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, അവരനുഭവിക്കുന്ന ട്രോമയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അതിലൊരു പ്രതികരണം സ്വാഭാവികമാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആകണമല്ലോ. അതല്ലേ പറഞ്ഞത്, പ്രതികരിക്കാൻ വേണ്ടി കഴിയില്ല. ഓരോ മണിക്കൂറിലും വിവരങ്ങൾ കൂടുതൽ പുറത്തു വരികയാണ്. പെൺകുട്ടികൾ ഇന്ന് മുഖം മറച്ച് സംസാരിച്ചു എന്നേ ഉള്ളൂ. എല്ലാ കാലത്തും അവർ മുഖം മറച്ച് സംസാരിക്കില്ല. കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പലവിധത്തിലുള്ള ഭീഷണിയും പലവിധത്തിലുള്ള വാഗ്ദാനങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MP ആണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഇതെല്ലാം ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അധികകാലം ഇവരെല്ലാം കർട്ടന്റെ പുറകിൽ തന്നെ നിൽക്കുമെന്ന് ധരിക്കേണ്ടതില്ല. ക്രൈംബ്രാഞ്ച് ശക്തമായ നിലയിൽ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാ വിവരവും എല്ലാ കാലത്തും മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകും. ഇപ്പം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് തെളിവുകൾ ശേഖരിക്കലാണ്. ആവശ്യമായിട്ടുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേസും അറസ്റ്റും എല്ലാം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റും അവരുടെ വെളിപ്പെടുത്തലും ഇങ്ങനൊരു ഇരയുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. പക്ഷെ ആ ബോധ്യപ്പെടൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാവുന്നില്ല? അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ED സതീശ് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല?
യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ അഭിമാനമുള്ള നേതാക്കന്മാർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അന്തസ്സും അഭിമാനവും രാഷ്ട്രീയ ധാർമ്മികതയുള്ള ആരെങ്കിലും കോൺഗ്രസിൽ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനത്തെ സംരക്ഷിക്കാതെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നോക്കണ്ടേ? അത് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അത് ദയനീയമാണ്. അത് ദയനീയമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഈ കോൺഗ്രസിലെ പലരെയും ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുത്തുകയാണ്. ആ ഭയപ്പാടിന്റെ കാരണം എന്താണെന്ന് കോൺഗ്രസ്സുകാർ അന്വേഷിക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ വി കെ സനോജ് പ്രതികരിച്ചതിന്.